ന്യൂട്രിയൻസും മിനറൽസും ഏറെയുള്ളതും കഴിച്ചാൽ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നതും എന്നാൽ കലോറി കൂടാത്തതുമായ ഒരു ഫ്രൂട്ടാണ് വാട്ടർമെലൺ. എന്നാൽ ഇവ വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും. നെക്സ്റ്റ് ടൈം വാട്ടർമെലൺ വാങ്ങുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങാം. തണ്ണിമത്തൻ്റെ ഒരു സൈഡ് നല്ല മഞ്ഞ കളറായിട്ടുണ്ടെങ്കിൽ, അതായത് തറയിൽ തട്ടി നിൽക്കുന്ന ഭാഗമാണിത്, അത് നല്ല മഞ്ഞ കളറായിട്ടുണ്ടെങ്കിൽ നല്ല വിളഞ്ഞു പഴുത്തതാണെന്നും, അതുപോലെ ഞെട്ടില്ലാത്തതും ഞെട്ടിൻ്റെ ഭാഗം ഏകദേശം കുഴിഞ്ഞിരിക്കുന്നതുമാണെങ്കിൽ ഇതുപോലെ കൊട്ടി നോക്കുമ്പോൾ നല്ല ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നല്ല നിറഞ്ഞ് വെള്ളമുള്ളതും നല്ല വിളഞ്ഞ് പഴുത്ത തണ്ണിമത്തനാണെന്നും നല്ല മധുരമുണ്ടാകുമെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതെങ്ങനെ ഈസിയായി കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതുപോലെ നടുക്കൂടെ സെൻട്രലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ഓരോരോ സ്ലൈസസ് ആക്കി ഹൊറിസോണ്ടലി നമുക്ക് കട്ട് ചെയ്ത് പോകാം. എന്നിട്ട് ഇതിനെ നേരെ തിരിച്ച് വെച്ച് മറുഭാഗവും ഇതുപോലെ സ്ലൈസസ് ആക്കി കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഓരോ പീസസും കഴിക്കാൻ പറ്റും, ഒരു സ്റ്റിക്ക് പോലെ കിട്ടും. അതുപോലെ തന്നെ ബാക്കി വന്ന പീസസ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണെങ്കിലും നമുക്ക് എളുപ്പമാണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റും. അവരും ഹാപ്പി ആയിരിക്കും. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്